ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് വന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മിത്തൻ ആൻഡ് പർപ്പിൾ ഹോൾ. ഓക്കെ, അപ്പം ഞാനൊരു 2 വീക്സ് മുന്നേ സ്മിത്തനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഷെയർ പോയിന്റ് വെച്ച്. അതുപോലെ തന്നെ പർപ്പിളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സാണ് മേടിച്ചതെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ സ്മിത്തൻ തന്നെ എടുക്കാം. സ്മിത്തനിൽ നിന്ന് ഞാൻ ആക്ച്വലി എത്ര ട്രയൽ പോയിന്റ്സ് മേടിച്ചത് ഞാൻ അവിടെ കൊടുത്തേക്കാം. പ്രൊഡക്ട്സ് കാണിക്കാം, അതിൻ്റെ എത്രയാണ് ട്രയൽ പോയിന്റ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പം ഞാൻ പറയാനായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നിവിയയുടെ ഒരു അണ്ടർ ആം റോളർ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 2-3 ട്രയൽ പോയിന്റ്സ് എന്താണ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി 50 ml ഭയങ്കര ലാഭമായിട്ടുള്ള സാധനമാണ്. ആക്ച്വലി ഇതിൻ്റെ വില വന്നിട്ട് 250 രൂപ കാണാം. നമുക്ക് ഒരു 2-3 ട്രയൽ പോയിന്റ്സിനെ കിട്ടും. അതിൻ്റെ തന്നെ ഒരു അതിനോടൊരു മിനി. ഇതെനിക്ക് ഒന്ന് ഫ്രീ ആണോ അതോ ഇതിൻ്റെ കൂടെ ഫ്രീ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ട്രയൽ പോയിന്റ് ആയിരിക്കും. These 2 items. Okay, സ്മോൾ പെർഫ്യൂംസ്, 2 സ്മോൾ പെർഫ്യൂംസ് ആണ്. ഒന്ന് ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ പേര് ബ്ലാക്ക് എന്നാണ് തോന്നുന്നു. ബ്ലാക്ക് വൈറ്റ് പാക്ക്. ഞാൻ ഉപയോഗിച്ചിത്ര ആക്കി 2 ആഴ്ചക്ക് മുന്നേ വന്നതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിത്ര ആക്കിയിട്ടുണ്ട്. ഒരു മേക്കപ്പ് ബേസ്. ഈ മേക്കപ്പ് ബേസ് ആണ്. ഇതിനും ആക്ച്വലി എന്തോ ഒരു ട്രയൽ പോയിന്റ് 2 ട്രയൽ പോയിന്റ് എന്തോ ഉള്ളൂ. പിന്നെ ഒരു ക്യാൻഡിൽ. ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്യുകയും ചെയ്യും. നല്ല സ്മെല്ലാണ്. വാനിലേൻ്റെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുന്നത്. നൈസാണ്. അതെ, ഇതിനും എനിക്ക് തോന്നുന്നു ഒരു ട്രയൽ പോയിന്റ് 2 ട്രയൽ പോയിന്റ് ഉണ്ടാവും. പിന്നെ ഒരു കൺസീലർ, OTGയുടെ ഒരു കൺസീലർ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് S04 ഹണി. അതാണ് എൻ്റെ ഷെയ്ഡിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു എനിക്ക് ലൈറ്റ് ആണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു OTGയുടെ ഒരു ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ പേര്, ഷെയ്ഡിന്റെ പേര് റിച്ച് എക്സ്പ്രസോ എന്നാണ് ഇതിന്റെ ഷെയ്ഡിന്റെ പേര്. ഈ ഒരു ഷെയ്ഡ് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം. പക്ഷെ വാട്ടർ പ്രൂഫ് ഒന്നും അല്ല, പെട്ടെന്ന് പോകുന്ന ടൈപ്പാണ്. പക്ഷെ നല്ല ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രയൽ പോയിന്റ്സിനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. പിന്നെ വന്നിട്ട് ഇതൊരു ഫൗണ്ടേഷൻ അല്ല, കൺസീലർ. കൺസീലറോ ഫൗണ്ടേഷൻ എന്താ? ഫൗണ്ടേഷൻ. ഇത് ആക്ച്വലി കളറൊക്കെ ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് നിറച്ച് വെള്ളമായിരുന്നു. ഇതിനകത്ത് വെള്ളമുണ്ട്. ഒരുമാതിരി ഒരു ട്രയൽ പോയിന്റ് എന്തോ ആണ്. പക്ഷെ എന്നാലും ഇത് കണ്ടിട്ട് എനിക്ക് ഉപയോഗിക്കാൻ തോന്നിയില്ല. പിന്നെ എന്ത് ചെയ്യാം, ഇത് വെള്ളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ നെറ്റ്ഫ്ലിക്സ്. ആക്ച്വലി ഒരു ട്രയൽ പോയിന്റോ എന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അത് ഞാൻ കൊടുത്തായിരുന്നു. ഇത് ആക്ച്വലി നല്ലൊരു ഇത് ആക്ച്വലി ഇടുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ ജീൻസിൻ്റെ കൂടെ ഒക്കെ വൈറ്റ് ഒക്കെ ഇടുമ്പോഴത്തേന് അതിന് പെയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല റോസ് ഗോൾഡ് ടൈപ്പ് ഒരു മാലയാണ്. ലൈക്ക് ഇറ്റ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്മിത്തനിൽ നിന്ന് മേടിച്ചത്. ഞാനൊരു 87 രൂപയും കൂടി ഇട്ട് എക്സ്ട്രാ ഒരു 6 പോയിന്റ് കൂടെ ആഡ് ചെയ്ത് ഇത്ര സാധനങ്ങൾ മേടിച്ചത്. പിന്നെ അടുത്തത് പർപ്പിളിൽ നിന്ന് ഞാൻ ഒരു 4 ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്രീ ഐറ്റം കൂടെ, ഫ്രീ ഗിഫ്റ്റിൻ്റെ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മേടിച്ചത് ബ്യൂട്ടിയുടെ മാറ്റ് മേക്കപ്പ് ഫിക്സർ. ഇത് ആക്ച്വലി വർക്കാണ് എനിക്ക് തോന്നുന്നു. അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഈ ഫിറ്റ്മിയുടെ മാറ്റ് ഫൗണ്ടേഷൻ. ഷെയ്ഡ് എവിടെ? 310 ആണ് തോന്നുന്നു ഷെയ്ഡ്.
കൺസീലർ. ഞാൻ ആക്ച്വലി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം മേക്കപ്പ് മേടിക്കുന്നെങ്കിൽ മേക്കപ്പ് ഉപയോഗിച്ച് പരിചയമില്ല. അതിൽ എന്തൊക്കെ എൻ്റെ മുഖത്ത് കാണാനും അതൊക്കെ വായി പൂശിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ അറിയാമെന്നതുകൊണ്ട് എനിക്കിനി പഠിക്കണം മേക്കപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എനിക്കിങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അറിയത്തില്ല. സോ ഞാനത് പഠിക്കാനും കൂടിയാണ് പൈസ എടുത്ത് മേടിച്ചത്. ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റ്. ഓക്കെ, എംവൈബിയുടെ ഒരു ലൂസ് പൗഡർ, ബനാന ലൂസ് പൗഡർ. ഞാനിങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി കുറച്ച് വാം ടോണൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഡെസ്കി സ്കിൻ ടോണിനൊക്കെ പറ്റിയത് ബനാന പൗഡറാണ്. ഞാനിങ്ങനെ ഗൂഗിളിലോ ചാറ്റ്ജിപിറ്റിയിലോ നോക്കിയത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക്. അപ്പം ഈ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്, ഈ ഷെയ്ഡിൽ ഷെയ്ഡ് ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ മാച്ച് ആവത്തില്ലെന്ന്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ആവുന്നുണ്ട്. അല്ല ശരി, മാച്ച് ആവുന്നുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ഫിക്സർ എത്രമാത്രം, കാരണം ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ചിലതിനകത്ത് നല്ലതാണെന്ന് ചിലർ നല്ലതല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. ഫസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് പക്ഷെ എനിക്ക് കാണാൻ വെച്ചാൽ ലൈറ്റ് ആയിരുന്നു, പക്ഷെ എൻ്റെ ഫേസിന് കറക്റ്റ് ഫൗണ്ടേഷനാണ്. ഞാൻ എന്തോ ഞാൻ ഇനിയിപ്പോൾ മാച്ച് ആവത്തില്ലേന്ന് കരുതി ഞാൻ മേടിച്ചതാണ് ഫൗണ്ടേഷൻ. ആക്ച്വലി എനിക്ക് മാച്ച് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് സ്പ്രേ. ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടില്ല. ഡ്രൈ ആവുന്നത് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വരുന്നതേ ഉള്ളൂ. ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണങ്ങിയിട്ട് നമുക്ക് നോക്കാം. ശരി. സോ ഗൈസ്, ഇപ്പം തന്നെ ഒരു 10-8 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ശരിക്കും ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, 3, 2, 1. ഓക്കെ 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 ഇത് പോയി. അപ്പം എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് പോയില്ലല്ലോ. ലിപ്സ്റ്റിക്ക് പോയില്ല, ഇല്ല, വലുതായിട്ട് പോകുന്നില്ല. അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. അപ്പം മറ്റേതും കൂടി അടിക്കുമ്പോഴത്തേനും ഫിക്സറും കൂടി അടിക്കുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിലൊന്നും അത്ര വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും 2 ദിവസം കഴിയുമ്പോൾ മീഷോയിൽ നിന്ന് കുറച്ച് ബ്രഷും വരും. അപ്പം ഇനിയും മുന്നോട്ട് മേക്കപ്പ് വീഡിയോസ് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.